ലോകകപ്പിൽ അർജന്റീനയ്ക്കെതിരായ ഈജിപ്തിന്റെ തോൽവിക്ക് പിന്നാലെ ലോകമാകെ ചർച്ചയായി റഫറിംഗിലെ പിഴവുകൾ. ഗോൾ അനുവദിക്കാത്തതിലും പെനാൽറ്റി നൽകാത്തതിലും വിമർശനവുമായി താരങ്ങളും പരിശീലകരും രംഗത്തെത്തി. അർജന്റീനയ്ക്ക് കപ്പ് നൽകിയേക്കൂ എന്ന് ഈജിപ്ത് താരം മുസ്തഫ സീക്കോ പരസ്യമായി ഫിഫയെ വിമർശിച്ചു. ലോകമെങ്ങുമുള്ള ഇതിഹാസ താരങ്ങളും മോശം റഫറിംഗിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. വേൾഡ് കപ്പ് ഡെസ്കിൽ നിന്ന് ഖിലാഫ് അഹമ്മദ് ചേരുകയാണ്. ഖിലാഫ്, ഇന്നത്തെ ദിവസം അത് അർജന്റീന ആരാധകരെ സംബന്ധിച്ച് ആഘോഷമാകേണ്ട ദിവസമാണ്. പക്ഷേ ലോകമെങ്ങും ചർച്ചയാകുന്നത് ഈ റഫറിംഗിലെ പിഴവുകളാണ്. രുചിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോകമെങ്ങുമുള്ള അർജന്റീന ആരാധകർ ആഘോഷിക്കുന്നുണ്ടെങ്കിലും ആ ഒരു സമയത്ത് തന്നെ വിവാദങ്ങൾക്കും ഒരു തരത്തിലുള്ള പഞ്ഞമില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയണം. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് റഫറിംഗിലെ പിഴവ് തന്നെയാണ്. അത് ഈ ഒരു മത്സരം മാത്രമല്ല, അർജന്റീനയുടെ മുൻ മത്സരങ്ങളും എടുത്തു കാട്ടിക്കൊണ്ടാണ് ഈ ഓരോ മത്സരത്തിലും അല്ലെങ്കിൽ ഓരോ ആരാധകർക്കും ഇല്ലെങ്കിൽ ഈ ഒരു ഫുട്ബോളെ പ്രേമിക്കുന്നവർ പറയുന്നത്, ഈ ഒരു മത്സരം നോക്കുകയാണെങ്കിൽ ഈജിപ്തുമായിട്ടുള്ള മത്സരത്തിൽ നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വന്ന പിഴവുകൾ, റഫറിംഗിലെ ഏറ്റവും വലിയ ദുർഭാഗ്യങ്ങൾ അത് ഈജിപ്തിനായിരുന്നു. അത് ഒന്ന് പെനാൾട്ടി അനുവദിച്ചില്ല, മറ്റൊന്ന് ഗോൾ അനുവദിക്കുന്നതിലെ പിഴവ്. അത് 57-ാം മിനിറ്റിൽ ഒരു ഗോൾ എന്ന് ഉറച്ച് ആഘോഷം അടക്കം നടത്തിയ മുസ്തഫ സീക്കോ ഗോൾ നേടിക്കൊണ്ട് ടീഷർട്ട് ഊരിക്കൊണ്ട് ആ ജേഴ്സി ഊരിക്കൊണ്ട് നടത്തിയ ആഘോഷത്തിന് തൊട്ട് പിന്നാലെ തന്നെയാണ് നീണ്ട വാർ ചെക്കിങ്ങിന് ശേഷം അത് ഗോൾ അല്ല എന്ന് വിധിച്ച് അർജന്റീനയ്ക്ക് ഒരു ഫ്രീ കിക്ക് അനുവദിക്കുന്നത്. തൊട്ട് പിന്നാലെ തന്നെ അർജന്റീന 2 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ 3 ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ഈ മത്സരം കൈപ്പിടിയിൽ ഒതുക്കിയ സമയത്ത് തന്നെ ഏറ്റവും അവസാനം ഈജിപ്തിന്റെ മുഹമ്മദ് സലയെ വീഴ്ത്തിയത്, പെനാൽറ്റി ബോക്സിൽ വീഴ്ത്തിയതിനെ തുടർന്ന് വാർ ആവശ്യപ്പെട്ടെങ്കിലും ആ ഒരു വാർ കൊടുക്കുന്നതിൽ അടക്കം പിഴവ് വന്നു. ഇല്ലെങ്കിൽ വാർ ചെക്കിങ്ങിന് പോലും ആ റഫറി പോയില്ല എന്നതാണ് മറ്റൊരു വിവാദത്തിന് കാരണമായത്. തൊട്ട് പിന്നാലെ തന്നെ മൂന്നാം ഗോൾ നേടുമ്പോൾ അർജന്റീന അവിടെ ഒരു ഫൗൾ ചെയ്തിരുന്നു. എന്നാൽ ആ ഒരു ഫൗൾ ചെക്കിങ്ങിനെയും റഫറി മുതിർന്നില്ല. തൊട്ട് പിന്നാലെയാണ് റഫറിയുടെ പെരുമാറ്റത്തിനെതിരെ ഈ ഒരു ബെഞ്ച്, ഈജിപ്തിന്റെ ബെഞ്ച് മുഴുവൻ പുറത്തിറങ്ങിക്കൊണ്ട് പ്രതിഷേധിക്കുന്നു. അതിൽ കോച്ചിങ് സ്റ്റാഫിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് അത് റെഡ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വരുന്നു. തൊട്ട് പിന്നാലെ തന്നെ ഈജിപ്ത് പരിശീലകൻ ഹൊസാം ഹസൻ അടക്കമുള്ളവർ രംഗത്ത് വന്നപ്പോൾ ഹൊസാം ഹസന് മഞ്ഞക്കാർഡ് കൊടുക്കുന്നു. ഈജിപ്ത് ഗോൾ കീപ്പറായിട്ടുള്ള ഷൊബൈറിനെയും മഞ്ഞക്കാർഡ് കൊടുക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെയാണ് ഈ മത്സരശേഷം വന്ന പ്രതികരണങ്ങളും ഏറ്റവും വലിയ ചൂണ്ടിക്കാണിക്കേണ്ട ഒരു സത്യം തന്നെയാണ്. അത് മുൻതാരങ്ങൾ, ഇതിഹാസ താരങ്ങൾ അടക്കം ഈ റഫറിങ്ങിനെ പഴിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. അതിൽ ഈജിപ്ത് താരമായിട്ടുള്ള സീക്കോയുടെ പ്രതികരണം ഏറ്റവും വലിയ, ഇല്ലെങ്കിൽ ഈ ഒരു ടൂർണമെന്റിനെ കൊണ്ട് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. അത് ഈ അർജന്റീനയുടെ കപ്പ് ആർക്ക് എന്ന് അർജന്റീനയ്ക്ക് കൊടുക്കൂ എന്നായിരുന്നു ആ ഒരു പ്രസ്താവന. തൊട്ടു പിന്നാലെ ഈജിപ്ത് പരിശീലകന്റെയും പരാമർശം, അത് മെസ്സിക്ക് ഈ ഒരു ടൂർണമെന്റിൽ തുടരാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള പിഴവുകൾ എന്നായിരുന്നു പരിശീലകന്റെ പരാമർശങ്ങൾ. ശരി ഖിലാഫ്, എന്തായാലും വലിയ തരത്തിൽ അത് ചർച്ചയാകുന്നുണ്ട്. എന്തായാലും